പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇപ്പോൾ വേനൽ അവധിയാണ്. നിങ്ങളൊക്കെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ടാവും. അപ്പം ഞാനിപ്പോൾ അടുത്ത കാലത്തൊക്കെ വായിച്ച കഥകളിൽ വെച്ചിട്ട് ഒരു നല്ല കഥയാണ് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞ കഥ. ഒരു ഹൃദയസ്പർശിയായ നല്ല കഥ. ഈ കഥയിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് വിശപ്പാണ്. പക്ഷെ വിശപ്പിനെ പറ്റി മാത്രമല്ല സന്തോഷ് ഏച്ചിക്കാനം ഈ കഥയിൽ പറയുന്നത്. ഒരുപാട് സാമൂഹിക യാഥാർത്ഥ്യങ്ങളിലേക്ക് കൂടി വിരച്ചുകൊണ്ടുന്നുണ്ട്. ഇതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ യാദവ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ. അതേ ആരാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലേക്ക് തൊഴിൽ തേടിയിട്ട് അന്യ സംസ്ഥാനത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നില്ലേ, ആ കൂട്ടത്തിൽ ഒരാളാണ് ഒരു സാധാരണ മനുഷ്യൻ. പട്ടിണിയും പ്രാരബ്ധമുള്ള ഒരു സാധാരണ മനുഷ്യനാണ് ഗോപാലകൃഷ്ണ യാദവ്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഒരാൾ പുറം നാട്ടിൽ നിന്നെല്ലാം തൊഴിൽ തേടി വന്ന് നമ്മൾ അവരെങ്ങനെയാണ് കാണുന്നത്? അവരെ ചുറ്റുപാട് നമുക്ക് അറിയേണ്ട, കുടുംബ പശ്ചാത്തലം അറിയേണ്ട, നമ്മൾ അവരെ പരമാവധി ചൂഷണം ചെയ്യുന്നു. തൊഴിൽ ഇടത്തിലേക്ക് അവരെ എത്തിക്കുന്നതിന് ഇടനിലക്കാരായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരൊക്കെ കമ്മീഷനൊക്കെ പറ്റി ഇവരെ ശമ്പളത്തിൽ നിന്ന് അവസാനം തുച്ഛമായ ശമ്പളം കൊടുത്തിട്ട് അവരെ നിസ്സഹായത നമ്മളെന്താക്കുന്നു? പരമാവധി ചൂഷണം ചെയ്യുന്നു. അപ്പം രാമചന്ദ്രൻ, അസേനാർക്ക തുടങ്ങിയ ഇടനിലക്കാരൊക്കെ ഉണ്ട് ഇയാളെ തൊഴിലിടത്തിലേക്ക് എത്തിക്കുന്നതിനിടയിൽ ഇവരൊക്കെ ഉണ്ട്. അപ്പം കണ്ട ഹാജി എന്ന് പറയുന്ന ഒരു സമ്പന്നന്റെ വീട്ടിലേക്കാണ് ഇയാളെ പണിക്ക് കൊണ്ടുപോകുന്നത്. ആടെ പണിക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പേ അസേനാർച്ച എന്ന് പറയുന്ന ഒരാളുടെ കൂടെയാണ് ഇവർ പണിസ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ ഇവരെ ശമ്പളത്തിനെ പറ്റിയിട്ടെല്ലാം സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ ഗോപാലകൃഷ്ണ യാദവ് പറയുന്നത് ഒരു 100 രൂപയെങ്കിലും കൂട്ടിത്തരണം ബായി എനിക്ക് ശമ്പളത്തിലേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പം അസേനാർക്ക ചോദിക്കുന്നു, അപ്പം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് എത്രയാണ് കൂലി കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ഗോപാലകൃഷ്ണ യാദവ് പറയുന്നുണ്ട് അവരുടെ നാട്ടിലെ എല്ലാ കഷ്ടതകളെക്കുറിച്ചും ഇയാൾ വിവരിക്കുകയാണ്. ഇയാളുടെ പണിയെന്ന് വെച്ചാൽ കൽക്കരി ഒരുപാട് ദൂരം സൈക്കിളിൽ വെച്ച് ചുമന്ന് കൊണ്ടുപോകണം. അവസാനം 100-150 രൂപ കിട്ടും. അതാർക്കൊക്കെ കൊടുക്കണം? ഗുണ്ടാപ്പിരിവിന് കൊടുക്കണം, പോലീസുകാർക്ക് പിരിവ് കൊടുക്കണം. അവസാനം മിച്ചം വരുന്നത് 10-20 രൂപ മാത്രമേ മിച്ചം കിട്ടുള്ളൂ എന്നുള്ള തൻ്റെ അവസ്ഥ ഇയാളെല്ലാം വിശദീകരിച്ചു കൊടുക്കുകയാണ് അസേനാർക്ക. അപ്പോൾ അസേനാർക്ക എന്നാ പറയുന്നത്? അവിടെ നിനക്ക് 10 രൂപയെ കിട്ടുള്ളൂ, എന്നിട്ടാണ് നീടെ 100 രൂപ കൂട്ടിത്തരാൻ വേണ്ടി ചോദിക്കുന്നു. അപ്പം നമ്മുടെ സന്തോഷ് ഏച്ചിക്കാനം ഗോപാലകൃഷ്ണ യാദവിലൂടെ നമുക്ക് പറയുന്നൊരു യാഥാർത്ഥ്യം ഉണ്ടെന്ന് അറിയാമോ? നമ്മളൊരു സങ്കടം വേറൊരാളോടുകൂടി പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ അയാൾ ഏതെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നുപോയ ഒരാളോട് മാത്രമേ നമ്മുടെ കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മളെന്താവും വെറും കോമാളിയായി മാറുമെന്ന ഒരു വലിയൊരു സത്യം കൂടി ഈ സമയത്ത് സന്തോഷ് ഏച്ചിക്കാനം തുറന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ കനന്ദ ഹാജിയുടെ വീട്ടിലേക്ക് എത്തിയത്. ആ സമയം വരെ നമ്മളെ ഗോപാലകൃഷ്ണ യാദവിനെ അറിയില്ല എന്താണ് ആടെ പണിയാണ് എടുക്കണമെന്ന് അറിയില്ല. ആടെ എത്തിയിട്ട് കനന്ദ ഹാജിയുടെ ഒരു ബന്ധുവായ ഒരു ചെറുപ്പക്കാരൻ ഇയാൾക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. ഇയാളുടെ പണി എന്ന് പറഞ്ഞാൽ വലിയൊരു കുഴി ഉണ്ടാക്കണം. എന്തിനാണ് കുഴി എന്ന് അറിയോ? അതൊന്നും ഇയാൾക്ക് അറിയില്ല. അപ്പം വായുവോളം വലുപ്പത്തിലുള്ള ഒരു കുഴി മാന്തണം എന്ന് പറയുന്നത്. അങ്ങനെ ഇയാൾ ഒരുപാട് കഷ്ടപ്പെട്ട് വിശപ്പൊക്കെ സഹിച്ച് കുഴി മാന്തി അവസാനം മനസ്സിലാക്കുകയാണ് എന്തിനാണ് കുഴി മാന്തിയത്? കനന്ദ ഹാജി എന്ന് പറയുന്ന ആള് വലിയൊരു സമ്പന്നനാണ്. അപ്പോൾ അയാൾക്ക് 4 ഭാര്യമാരുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഭാര്യയുടെ മകളിലൊരു പേരക്കുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി പഞ്ചാബിൽ നിന്ന് ബസുമതി അരി ഇറക്കുമതി ചെയ്ത് ഒരുപാട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് നാട്ടുകാർക്കൊക്കെ കൊടുത്ത് അവസാനം വേസ്റ്റ് വന്ന ഒരു ബിരിയാണി ദമ്മ് പൊട്ടിക്കാത്ത ചെമ്പ്, മറ്റ് ബക്കറ്റുകളിലും ചെമ്പുകളിലുള്ള പാത്രങ്ങളിലൊക്കെയുള്ള ബാക്കി വന്ന ബിരിയാണി കൊണ്ട് മൂടാൻ വേണ്ടിയിട്ടാണ് ഈ കുഴി മാന്തിയിട്ടുള്ളത്. അപ്പം ഗോപാലകൃഷ്ണ യാദവിൻ്റെ പണി എന്നാണ് ഇത് കുഴിച്ച് മൂടിയിട്ടാകുമ്പം ഇവന് നിർദ്ദേശം കൊടുക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ അവസാനം ചവിട്ടി അമർത്താൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കും. പക്ഷേ ഗോപാലകൃഷ്ണ യാദവിന് അത് കുഴിച്ച് മൂടാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇയാളുടെ ജീവിതത്തിൽ വലിയൊരു സങ്കടമുണ്ട്. ഈ ബസുമതി അരിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഗോപാലകൃഷ്ണ യാദവിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ മാതങ്കി എന്ന് പറയുന്ന ഇയാളുടെ ഭാര്യ 6 മാസം ഗർഭിണി ഉണ്ടാകുന്ന സമയത്ത് ഇവർക്ക് ബസുമതി അരിയോട് വല്ലാത്തൊരു ആഗ്രഹം. ബസുമതി അരി എന്ന് പറഞ്ഞ എന്താ പറയേണ്ടത്? അയാൾക്ക് ബസുമതി അരി വാങ്ങിയിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ചോറ് വെച്ച് കൊടുക്കാനുള്ള പ്രാപ്തിയൊന്നും ആയിരിക്കില്ല ഗോപാലകൃഷ്ണ യാദവിനില്ല. അപ്പോൾ ഒരു ദിവസം ചന്തയിൽ പോയിട്ട് നമ്മളെ ഗോപാല യാദവ് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് 10 രൂപ വില കൊടുത്ത് 50 ഗ്രാം അരി വാങ്ങിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മളെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഭാര്യ കുറച്ച് ചവച്ചരക്കുന്ന, മണത്ത് നോക്കുന്ന, രുചിച്ച് നോക്കി അങ്ങനെ വീട്ടിലെത്തുമ്പോഴും ചവച്ചരച്ച് അതിൻ്റെ പാൽ നിറം 2 കവിൾത്തടത്തിലൂടെ ഇറങ്ങി വരികയാണ്. അപ്പം ഗോപാലകൃഷ്ണ യാദവ് ഒരു പശുക്കുട്ടിയുടെ
കവിൾത്തടത്തിലൂടെ പാലിങ്ങനെ നിറഞ്ഞിറങ്ങുന്നത് പോലെ ഇത് നോക്കിക്കാണേന്. അങ്ങനെ അത് കഴിഞ്ഞ് ഗോപാലകൃഷ്ണൻ യാദവിന് ഒരു കുട്ടി ഉണ്ടാകുന്നു. ആ കുട്ടിക്ക് അയാൾ പേരിടുന്നതാണ് ബസുമതി എന്ന് പേരിടുന്നു. എന്ന് പറഞ്ഞാൽ ബസുമതി അരി കൊണ്ടുള്ള അതവരുടെ സ്വപ്നമാണ്. ബസുമതി എന്ന് പറഞ്ഞാൽ വില കൂടിയ അരിയാണ്, അത് വാങ്ങാനില്ല. അപ്പം അതുകൊണ്ടുണ്ടാക്കിയ ബിരിയാണി ഇതൊക്കെ പാവപ്പെട്ടവരുടെ ഒരു സ്വപ്നമാണ്. പക്ഷേ അവർക്കത് നേടിയെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒടുവിൽ വിശന്ന് പട്ടിണി കൊണ്ട് അയാളുടെ കുഞ്ഞും മരിക്കുകയാണ്. ബസുമതി പറയുന്ന കുട്ടിയും മരിക്കുന്നു. അപ്പം ഇയാളുടെ കുഴിച്ചു മൂടുമ്പോൾ ഇയാളെ മനസ്സിലെന്താണ്? ഗോപാലയാദവൻ്റെ മനസ്സിൽ തൻ്റെ മരിച്ചുപോയ കുട്ടിയുടെ ഓർമ്മകളാണ്. ചവിട്ടി മൂടാൻ പറയുമ്പോൾ ഇത് മൂടുമ്പോൾ തൻ്റെ കുഞ്ഞിൻ്റെ തലയിലേക്ക് കാല് വെക്കുന്നത് പോലെ എന്തോ ഗോപാലയാദവന് അത് ഒരിക്കലും കഴിയുന്നില്ല. ബിരിയാണി ചവിട്ടി താത്താൻ വേണ്ടിയിട്ട് ഗോപാലയാദവന് കഴിയുന്നില്ല. അതാണ് ഈ കഥയിലെ മുഖ്യ പ്രമേയം എന്ന് പറഞ്ഞാൽ വിശപ്പ്. വിശപ്പിനെ എത്ര തീവ്രമായി അവതരിപ്പിക്കാൻ പറ്റുന്നോ അതിൻ്റെ അത്രയും ഉന്നതിയിൽ ഇതിൽ സന്തോഷ് വെച്ചിട്ടാണ് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം വിശപ്പ് എന്ന് പറയുന്നത് വികാരം മനസ്സിലാവണമെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ ആ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ ഒരാൾക്ക് മാത്രമേ ഇത് അത്രയും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പം സന്തോഷ് വെച്ചിട്ടാനും ഈ കഥയിലൂടെ വിശപ്പിൻ്റെ ഒരവതരണമാണ്. വിശപ്പിൻ്റെ വിലയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം എത്രത്തോളം നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായി എനിക്കറിയില്ല. എല്ലാവരും ബിരിയാണിയിലെ കഥ വായിക്കണം. അപ്പോൾ അതിനോടൊപ്പം നമ്മുടെ നാട്ടിലെ ആഡംബരം ഭക്ഷണ ധൂർത്തിനെ പറ്റിയെല്ലാം കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബിരിയാണിയിലെ കഥ.